എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റ് ചിലയിടങ്ങളിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് OG സുനിൽ. തൻ്റെ സ്റ്റാഫിന് നേരെ ഒരു ആരോപണം വന്നപ്പോൾ അത് നല്ലതുപോലെ ചെറുത്ത് നിൽക്കുകയും അതിന് തക്കതായ ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയുമാണ് OG സുനിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും OG സുനിലിൻ്റെ പ്രതികരണം നമുക്ക് തന്നെ കേട്ടു നോക്കാം. എനിക്ക് ബ്രദർ ഉണ്ടെങ്കിൽ തന്റെ ബ്രദർ എങ്ങനെ റിയാക്ട് ചെയ്യും? ലീഗലി പോവും അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞ്? നമ്മൾ ലീഗലി മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ തന്റെ ആൻസർ കൊള്ളാം. വേറെ ചൊരുക്കല്ല പിള്ളേരുണ്ടെങ്കിലുണ്ടല്ല, ലീഗലി മാത്രമല്ല വേറെ പലത്തിലും പോകും. അതെ, ഏതൊരു വ്യക്തിയും ഇപ്പോൾ നമ്മുടെ പെങ്ങൾക്കാവാം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എതിരെ ഇതുപോലുള്ള ആരോപണം വന്നാൽ നമ്മളും നോക്കി നിൽക്കില്ല, ശരിയാണ്. പക്ഷേ ഈ കാണിക്കുന്ന ഇരട്ടത്താപ്പ് എന്തിനാണ്? ഇതേ OG സുനിൽ ഇതുപോലുള്ള വേറൊരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ OG സുനിലിനും ഇതുപോലുള്ള ഒരു ശിക്ഷ ബാധകമല്ലേ? അതോ പൈസയുടെ അഹങ്കാരമോ? പൈസ ഉണ്ടെങ്കിൽ ഏതൊരു നിയമത്തെയും വിലയ്ക്ക് വാങ്ങിക്കാമെന്നുള്ളൊരു മോഹമാണോ? അതുകൊണ്ടാണോ OG സുനിക്ക് ഇത്രയും ധൈര്യം? നിങ്ങളെക്കുറിച്ച് ആരും പറയില്ല എന്നുള്ളൊരു ധൈര്യം അതെങ്ങനെ വന്നു? എന്തായാലും OG സുനി പറഞ്ഞ ആ വാക്കുകളിലേക്ക് അല്ലെങ്കിൽ ആ വീഡിയോയിലോട്ട് നമുക്ക് എന്തായാലും പോവാം. റീൽസും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് അപ്രോച്ചിങ് വരോ? ആണല്ലേ? ഞാനും ഷോക്ക്ഡായിരുന്നു. ഞാൻ ആകെ 2 കൊല്ലമായിട്ട് ഈ കുന്തം ഈ സാധനത്തിനകത്ത് കയറിയിട്ട്. അതെ, ക്രേസി. It's really crazy. ഒരു ഏത് ഏജ് ഗ്രൂപ്പ് ഉള്ളവരായിരിക്കും അങ്ങനെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്? Below 30s. Below 30s. Young Below 30s അല്ല, കുറേ കൂടിയാ. Young, below 25? Yeah, around 25 batch. രക്ഷയില്ല. അതാണ് ജെൻസി കിഡ്സ്. അപ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അതെ. സോ അതിനകത്ത് നമ്മളങ്ങനെ ബെറ്റർ നോട്ട് ടു. എൻ്റെ ഫ്രണ്ട് സർക്കിൾ യെസ്, അവർ എനിക്ക് അറിയാവുന്ന ഒരു ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെയായിട്ട് നല്ല ഫ്രണ്ട്സ് ആണ്. ഗുഡ് ഫ്രണ്ട്സ്. അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ഗുഡ് ഫ്രണ്ട്സ്. അതെ, അല്ലാണ്ട് ഈ അപ്രോച്ച് അതാണ് നമ്മൾ കുറേ പെണ്ണുങ്ങളായിട്ട് അത് തന്നെ ഭയങ്കര നല്ല സീനാണ്. ഷുഗർ ഡാഡി ആണെന്നൊക്കെ പറയും. അത് ഞാൻ ഷുഗർ ഡാഡി ആപ്പ് തുടങ്ങുന്നുണ്ട്. ഞാൻ ഇസ്രായേലി ഒരു കമ്പനിയായിട്ട് ഞാൻ വി ആർ നെഗോഷിയേറ്റിംഗ് ആൻഡ് ഞാൻ പ്ലാനിങ് ടു സ്റ്റാർട്ട് ഷുഗർ ഡാഡി ആപ്പ് ഇൻ ഇന്ത്യ. എന്താ ഷുഗർ ഡാഡി ആപ്പ്? നമ്മൾ ഷുഗർ ഡാഡി ആപ്പൊക്കെ പുറത്തുണ്ട്, ഇന്ത്യയിലില്ല. അപ്പോൾ ഇന്ത്യയിൽ ഡേറ്റിംഗ് ആപ്പ് മാത്രമേ ഉള്ളൂ. ഡേറ്റിംഗ് ആപ്പ് അല്ലാണ്ട് ഇപ്പം നമുക്കൊരു ബിസിനസ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ഏജിലുള്ള ആൾക്കാർ പൈസ ഉണ്ട്, പക്ഷേ അവർക്ക് പിള്ളേരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? പലരും ഉണ്ട് ഭയങ്കര മടി, തലയിൽ മുണ്ടിട്ട് അങ്ങനെ അങ്ങനെ. അപ്പോൾ ഇഷ്ടംപോലെ റിച്ച് പീപ്പിൾ അതെ. സോ ദേ വാണ്ട് ടു മീറ്റ്. കുറേ നാളായാലും ഭാര്യയായിട്ട് ഇങ്ങനെ നടക്കണം എല്ലാവരും അല്ലേ? ഞാൻ അങ്ങനെ ഒരാൾ തന്നെ ഭർത്താവ് ഷുഗർ ഡാഡി ആപ്പിൽ കയറും അത്രയും. അതല്ലേ? അപ്പോൾ ഞാൻ ആ ആപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഓക്കെ, ഫോർ ഇന്ത്യ ഷുഗർ ഡാഡി ആപ്പ്. വരട്ടെ, അതിന് തന്നെ പറയാം. ഷുഗർ ഡാഡി ആപ്പ് മാത്രം ഷുഗർ മമ്മിയുണ്ട്, രണ്ടുണ്ട്. അപ്പോൾ നമ്മളത് ഞാൻ ലണ്ടനിൽ എൻ്റെ സൈബറിൻ്റെ പാർട്ണർ ഉണ്ട്. അപ്പോൾ ലണ്ടനിൽ ഞങ്ങളത് ഇപ്പം വി ആർ വർക്കിംഗ് ഓൺ, സീരിയസ്ലി വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യണമെന്നുള്ളതാണ് പ്ലാൻ. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ യു വുഡ് ബിലീവ് ഇറ്റ്, എനിക്ക് എന്തൊരു ഇൻവെസ്റ്റേഴ്സ് വന്നിരിക്കുന്നത് ഈ ഒരു സംഭവത്തിന്. ലോട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇറ്റ്സ് എ മണി മേക്കിംഗ് തിങ്. ഇറ്റ്സ് ലൈക്ക് ദിസ് മണി മേക്കിംഗ് ആണ്. രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ, എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അത് ഇന്ത്യയിൽ അത് കറക്റ്റ് ലോഞ്ച് ചെയ്താൽ യെസ്, അപ്പോൾ ഉടനെ അത് വരുന്നുണ്ട്. ഉടനെ പറയാൻ പറ്റില്ല. അത് വെൽ സ്റ്റഡീഡ് ആൻഡ് വി ആർ ഡെവലപ്പിംഗ് ഇറ്റ്. ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ട്രയൽ റൺ കഴിഞ്ഞ് അങ്ങനെയൊക്കെ. ട്രയൽ റൺ തനിക്ക് വേണമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാം. എന്തിനാ ട്രയൽ റൺ? തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ റീൽസും മറ്റുള്ള കാര്യങ്ങളെ കണ്ടിട്ട് 30-ൽ താഴെ അല്ലെങ്കിൽ 25-ന് താഴെയുള്ള പെൺകുട്ടികൾ തന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ വേറൊരു വിഷയം. ഇപ്പോൾ താങ്കൾ തുടങ്ങാൻ പോകുന്ന നല്ലൊരു സംരംഭകമാണല്ലോ. ഇതൊരു മാട്രിമോണി ആപ്പല്ല, പച്ച മലയാളത്തിൽ പറഞ്ഞ കൂട്ടിക്കൊടുപ്പാപ്പ്. അതായത് OG സുനിലിൻ്റെ വയസ്സുള്ള ആൾക്കാർ, അതായത് ഈ പറയുന്ന ഷുഗർ ഡാഡി, അതായത് മധുരമുള്ള അച്ഛൻ എന്നിവർക്ക് വേണ്ടി ചെറിയ പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്ന ആപ്പ്. ഇതാണ് OG സുനിലിൻ്റെ സംരംഭം. എന്തായാലും നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഷുഗർ ഡാഡി മാത്രമല്ല, ഷുഗർ മമ്മിയും കൂടി ഉണ്ട്. ഓക്കെ, താങ്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് താങ്കളുടെ പൈസ ഉണ്ടാവാം, അല്ലെങ്കിൽ താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കാം. താങ്കൾക്ക് എവിടെ വേണമെങ്കിലും എന്തും ചെയ്യാം. ഇതെല്ലാം പോട്ടെ, OG സുനിലേ, തൻ്റെ ഇൻ്റർവ്യൂ എടുക്കാമെന്ന പെൺകുട്ടിയല്ലേ അത്? അല്ലാതെ തൻ്റെ ഡേറ്റിംഗ് ആപ്പിൽ പരസ്യം കണ്ടിട്ട് അതിനു വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതല്ലല്ലോ. താൻ ഈ പറയുന്ന ട്രയൽ റൺ എന്താണ്? അതായത് തൻ്റെ ഈ ആപ്പിന് വേണ്ടിയിട്ട് കുറേ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ആൾക്കാർ തനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് തനിക്ക് പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രയൽ റൺ കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഈ ഒരു ചോദ്യം തൻ്റെ വീട്ടിലുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ തൻ്റെ പ്രതികരണം എന്തായിരിക്കും? അതോ ഇത് താൻ കോമൺ ആയിട്ട് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണോ? അങ്ങനെയാണെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാൻ എന്തായാലും ഒരാളായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ട് താങ്കൾ അയാളോട് ചോദിച്ചില്ല? ഷുഗർ മമ്മി എന്നുള്ളൊരു ആപ്പുണ്ട്, തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രയൽ റൺ തരാമെന്ന്. താങ്കൾ ഒരിക്കലും ആ ഒരു ചോദ്യം ചോദിച്ചില്ല. പിന്നെ താങ്കൾക്ക് മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത? താങ്കൾക്ക് എന്തും ആവാമെന്നുള്ളൊരു ഹുങ്കം. ഒരു പക്ഷേ താങ്കളുടെ മകൾ, വേണ്ട അത് പോട്ടെ, താങ്കൾ പറഞ്ഞല്ലോ ചുരുക്കുള്ള പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ഇപ്പോൾ ആ കുട്ടിക്ക് പകരം ഇപ്പോൾ വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ താങ്കളുടെ കരണം അടിച്ചു പൊട്ടിച്ചേനെ.
ആ കുട്ടിയുടെ ജോലിയുടെ ഭാഗമായിട്ടല്ല താങ്കളുടെ അടുത്ത് വന്നത്. അപ്പോൾ താങ്കൾ എന്താണ് ചെയ്യേണ്ടത്? അതാണോ താങ്കൾ എന്നുള്ള ഒരു വ്യക്തി കൊക്കക്കോളയെ ആദ്യമായിട്ട് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്. താങ്കൾ റൈസറാണ്, താങ്കൾ നല്ലൊരു ബിസിനസ്മാനാണ്. ഓക്കെ, താങ്കളുടെ ബിസിനസ് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ താങ്കൾക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാമെങ്കിൽ നാളെ പൊതുസമൂഹത്തിൽ ഇറങ്ങി പല ഇതുപോലുള്ള ആൾക്കാരും വഴിയെ പോകുന്ന പെൺപിള്ളേരോട് അല്ലെങ്കിൽ സ്ത്രീകളോട് ഇത് ചോദിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമല്ലല്ലോ. ഇപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചാൽ താങ്കൾ ചോദിച്ച ചോദ്യം അതിനകത്ത് വ്യക്തമാണ്. അതായത് ബിസിനസ്മാൻമാർ തൻ്റെ ആപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഈ പൈസ ഉണ്ട്, തൻ്റെ കയ്യിൽ പൈസ, ഓക്കെ, തൻ്റെ ആപ്പിന് അല്ലെങ്കിൽ തൻ്റെ ബിസിനസ്സിനകത്ത് ഈ ഒരു പൈസ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ബിസിനസ്മാൻമാർക്ക് ആവശ്യമുള്ള സംഭവം എന്താണ്? ഈ പറയുന്ന സ്ത്രീ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്ത്രീ സംരക്ഷണമാകുക? ഒരു സ്ത്രീക്ക് സംരക്ഷണമേകുക എന്ന് പറഞ്ഞാൽ കുറേ പെൺപിള്ളേരെ കൊണ്ടുവന്ന് ഒരു സെറ്റപ്പ് നടത്തുന്നതാണോ സ്ത്രീ സംരക്ഷണം? അല്ല. എന്തായാലും നല്ലൊരു പരിപാടിയാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ പ്രൈവറ്റായിട്ട് നടത്തുന്ന പാർട്ടി പലതും പബ്ലിക്കിൽ ഇടുന്നത് കൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ വരുന്നത്. ഇപ്പോൾ താങ്കളുടെ കയ്യിൽ ഡ്രഗ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവില്ല. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ കാര്യം സത്യമായിട്ടും ഒരു മോശമാണ്. അല്ലെങ്കിൽ താങ്കളുടെ വീട്ടിലുള്ളവർക്ക് ഈ ഒരു അനുഭവം നേരിട്ടാൽ താങ്കൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ താങ്കൾക്ക് പരിചയമുള്ളവർ ഈ ഒരു അനുഭവം നേരിടുകയാണെങ്കിൽ താങ്കൾ എന്തായിരിക്കും താങ്കളുടെ പ്രതികരണം? അതൊന്ന് വ്യക്തമാക്കണം. അപ്പോൾ എന്തായാലും ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താം. അപ്പോൾ ആരെയും കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ തെറി വിളിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചിലപ്പോൾ താഴെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതുകൂടി ഞെക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. ഒരാളെയും കരിവാരി തേക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങൾ ഈ പറഞ്ഞൊരു കാര്യം കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണോ എന്ന് നിങ്ങൾ വ്യക്തമാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത് ലീഗലി നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഈ താങ്കൾ കൊണ്ടുവന്ന ഒരു നോൺ ബെയിൽ ഒഫൻസ് ഉണ്ടല്ലോ, അങ്ങനെ പൊക്കി കാണിച്ചൊരു സംഭവം, അതിനകത്ത് ഏതൊക്കെ സെക്ഷനാണ് വന്നിട്ടുണ്ടാവുക? എനിക്ക് കാര്യം വ്യക്തമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. എന്തായാലും എൻ്റെ അറിവിലുള്ള ഒരു വീഡിയോ ക്ലിപ്പ് കൂടി ഞാൻ ഇതിൻ്റെ എൻഡിൽ എന്തായാലും കൊടുക്കാം. The Sexual Harassment of Women at Workplace Act 2013. 2013 ഈ ആക്ട് വന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗികമായ പീഡനങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നതിന് വേണ്ടിയാണ്. ലൈംഗികമായ നോട്ടം, സ്പർശനം, അസഹ്യമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നവയാണ്.